ലോക ശാക്തിക രംഗത്ത് അടയാളപ്പെടുത്തേണ്ട ഒരു വർഷമായിട്ട് 2026 മാറുകയാണ്. 1950 തൊട്ട് ലോകത്ത് നിലനിന്നിരുന്ന പവർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അമേരിക്ക, റഷ്യ എന്ന രണ്ട് ചേരികൾ വ്യക്തമായിട്ടുണ്ടാവുകയും അവ തമ്മിലുള്ള ശീതയുദ്ധവുമാണ് നമ്മൾ കണ്ടിരുന്നത്. ഇന്ത്യ ചേരിചേരാ നയം എന്ന് പറയുമെങ്കിലും ഇന്ത്യയും റഷ്യ ഉൾപ്പെടുന്ന, ചൈന ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിന്റെ ഭാഗം തന്നെയായിരുന്നു ഇക്കാലം. ലോകത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റുമായിട്ടും റഷ്യൻ പ്രസിഡന്റുമായിട്ടും ഒരേ സമയം ഊഷ്മളമായ ബന്ധം നയതന്ത്ര തലത്തിൽ സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ശ്രീ നരേന്ദ്രമോദി. അമേരിക്കയിൽ നിന്നും ലോകത്ത് പല രാജ്യങ്ങളും ഇരുന്ന് വാങ്ങുന്ന ഒരു വിമാനമാണ് F-35. അവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു വിമാനമാണ്. അത് ഇന്ത്യക്ക് നൽകാമെന്ന് ശ്രീ ഡൊണാൾഡ് ട്രംപ് ഇങ്ങോട്ട് ഓഫർ ചെയ്തു. ഇന്ത്യ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. നരേന്ദ്രമോദിയുടെ ആ ഒരു അമേരിക്കൻ ഡിപ്ലോമസിയെ പറ്റി പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ അന്തരിച്ച പ്രധാനമന്ത്രി ശ്രീ നരസിംഹറാവുവിനെയാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത്, സംഘത്തിനേക്കാൾ കൂടുതൽ നരസിംഹറാവുവിനെയാണ് അദ്ദേഹം കൂടുതൽ പഠിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ഈ ഡിപ്ലോമസിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റു പല കാര്യങ്ങളും വാചാലമായിട്ട് സംസാരിക്കുന്ന, മൻ കി ബാത്തിലൂടെ ജനങ്ങളുമായിട്ട് തുടർച്ചയായിട്ട് സംവദിക്കുന്ന, എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കുകയും ധാരാളമായിട്ട് പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഇതുവരെയും റഷ്യ ഉക്രൈൻ യുദ്ധത്തെ പറ്റി കാര്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. അവിടെ എവിടെയും തൊടാതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതല്ലാതെ ഇന്ത്യയുടെ നയം എന്താണെന്ന് യഥാർത്ഥത്തിൽ അവിടെ വ്യക്തമാക്കിയിട്ടില്ല. കാര്യം നമുക്ക് റഷ്യക്കെതിരായിട്ട് പോകാനും പറ്റത്തില്ല, അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ നടക്കാനും പറ്റത്തില്ല. നമ്മുടെ ഒരു വിധി വൈപരീത്യമാണ്. അതേപോലെ ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ആദ്യമായിട്ട് ആയുധമെടുക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയത് താനാണെന്നുള്ള അവകാശവാദമായിട്ടാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം 50ഓളം വേദികളിൽ ഈ അവകാശവാദം ഉന്നയിക്കുകയും സ്വന്തമായിട്ട് നോബൽ പ്രൈസിന് താൻ അർഹനാണെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. ഒരു ലോബിങ് നടത്തി നോക്കി, കിട്ടിയില്ല, ഒത്തില്ല. ഈ സമയത്തൊക്കെ നരസിംഹറാവുവിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ മോദി മൗനമാണ്. അത് കഴിഞ്ഞിട്ട് രാജ്യങ്ങൾക്കുള്ള, അമേരിക്കയുമായിട്ട് ബന്ധപ്പെടുന്ന രാജ്യങ്ങൾക്കുള്ള തീരുവകളെല്ലാം വളരെ 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 ശക്തിയായിട്ട് കൂട്ടി 200% വരെ പല രാജ്യങ്ങൾക്കുമുള്ള പകരച്ചുങ്കം അല്ലെങ്കിൽ പിഴച്ചുങ്കം ഏർപ്പെടുത്തി. പകരച്ചുങ്കം എന്നല്ല, അത് പിഴച്ചുങ്കം തന്നെയാണ് ഏർപ്പെടുത്തിയത്. അപ്പോഴും ശ്രീ നരേന്ദ്രമോദിജി ഒന്നും സംസാരിച്ചില്ല. ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് F-35 തരാമെന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മളൊന്നും പറഞ്ഞില്ല. ഈ തരുണത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, അമേരിക്കയുടെ F-35 ബ്രിട്ടൻ വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മറൈൻ സർവീസിൽ നിന്നുള്ള ആ ഒരു F-35 നമ്മുടെ ഇന്ത്യൻ തീരം ഭേദിക്കുകയും തിരുവനന്തപുരത്ത് വന്ന് നനഞ്ഞ കാക്കയെ പോലെ ഏകദേശം 41 ദിവസത്തോളം ഇരിക്കുകയും ചെയ്തു. എന്താണ് സംഭവിച്ചതെന്ന് ശ്രീ നരേന്ദ്രമോദി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അവരെ അതിക്രമിച്ച് കടന്നെന്നോ, നമ്മൾ എന്തെങ്കിലും ചെയ്തെന്നോ, അല്ല നമ്മളൊന്നും ചെയ്തില്ലെന്നോ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ ആ സൈലൻസിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ ലോകത്തെ തന്നെ ഏറ്റവും അത്യാധുനിക സ്റ്റെൽത്ത് വിമാനമെന്ന് അറിയപ്പെടുന്ന F-35 ഇന്ത്യക്കാർ ട്രേസ് ചെയ്യുകയും ഇന്ത്യക്കാർ ഡൗൺ ചെയ്യുകയും 41 ദിവസം അത് ഉപയോഗശൂന്യമായി ആക്രി പോലെ ഇന്ത്യയിൽ കിടക്കുകയും ചെയ്തു. അപ്പോഴും ശ്രീ നരേന്ദ്രമോദിജി അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പകരച്ചുങ്കം വന്നപ്പോഴൊന്നും പറഞ്ഞില്ല. പകരച്ചുങ്കം പിൻവലിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സുപ്രീം കോടതി വിധി വന്നപ്പോഴത്തേക്കും നരേന്ദ്രമോദിജി ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആകെ ചെയ്തത് അമേരിക്കൻ വിപണിയിലെ പകരച്ചുങ്കം അല്ലെങ്കിൽ പിഴച്ചുങ്കം കാരണം നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാതെ പോയ നമ്മുടെ ഇന്ത്യയുടെ പ്രൊഡക്ട്സ് ലോകത്തിൻ്റെ മറ്റു രാജ്യങ്ങളിലോട്ട് വഴിതിരിച്ചു വിടുന്ന തിരക്കിലായിരുന്നു അദ്ദേഹം.
ഇറ്റലി പോലെയും ബ്രസീൽ പോലെയും ഒക്കെ ഉള്ള ഒത്തിരി രാജ്യങ്ങളുമായിട്ട്, ഫിൻലൻഡുമായിട്ടും അങ്ങനെ ഒത്തിരി രാജ്യങ്ങളുമായിട്ട് നരേന്ദ്രമോദിജിക്ക് അവിടുത്തെ രാഷ്ട്ര നേതാക്കളുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. പേര് പറഞ്ഞ് വിളിച്ച് സംസാരിക്കാൻ പറ്റുന്ന ബന്ധങ്ങൾ അദ്ദേഹത്തിന് ലോകത്ത് 30ഓളം രാജ്യങ്ങളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടുത്തെ നമ്മുടെ സുഡാപ്പികൾ മൂങ്ങുന്നത് പോലെ മുസ്ലിം രാജ്യങ്ങളെല്ലാം അവരുടെ കൂടെ അല്ല, ലോകത്തെ പ്രധാനപ്പെട്ട ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം നരേന്ദ്രമോദി പറയുന്നതിന് കാത്തു നിൽക്കുകയാണ്. അവരെല്ലാം അവരുടെ രാജ്യത്തെ ഏറ്റവും പരമോന്നത ബഹുമതികൾ കൊടുക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് ശ്രീ നരേന്ദ്രമോദിജിക്ക്. അപ്പോൾ ഇന്ത്യയിൽ ഒരു സാധനവും കെട്ടിക്കിടന്നില്ല. അമേരിക്കയുടെ പിഴച്ചുക്കം കാരണം നമ്മൾ മറ്റ് മാർക്കറ്റുകൾ തേടാൻ സാധിച്ചു. അതൊക്കെ നമുക്ക് വളരെ സക്സസ് ആയി. ശരിയായിരിക്കാം, നമ്മൾ എടുത്തിരുന്ന അമിത ലാഭം നമുക്ക് കിട്ടിക്കാണില്ല. ചില കാര്യങ്ങളിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. പക്ഷേ വീണ്ടും അമേരിക്കയുടെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ കയറ്റുമതി ഏകദേശം ഇരട്ടിയോളമായിട്ട് മാറും എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് നമ്മൾ കാണാതെ പോകുന്നത്. ഇങ്ങനെ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. നമുക്ക് 144 പുതിയ റഫാൽ വിമാനങ്ങൾ വേണ്ടി വരുന്നു. ഇന്ത്യൻ എയർഫോഴ്സ് അതിന് വേണ്ടിയിട്ട് റിക്വയർമെന്റ് തയ്യാറാക്കി മിനിസ്ട്രിയിലോട്ട് എത്തിച്ചു. അദ്ദേഹം പറഞ്ഞു അവിടെ നിൽക്കട്ടെ, ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്, ചിലരെ കാണാനുണ്ട്, വരട്ടെ. അങ്ങനെ AA സമ്മിറ്റിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച ഫ്രഞ്ച് ഭരണാധിപനായിട്ടുള്ള ഇമ്മാനുവൽ മക്രോൺ ഇന്ത്യ സന്ദർശിക്കുന്നു. അദ്ദേഹമായിട്ട് 20ഓളം കരാറുകളാണ് ഇന്ത്യ ഒപ്പുവെച്ചത്. ലോക ചരിത്രത്തിൽ 2026 അടയാളപ്പെടുത്തേണ്ടി വരുന്നു എന്ന് പറയുന്ന കാര്യം മൂന്നാമത് ഒരു പോൾ, അതായത് ബൈപോളാർ വേൾഡ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. പക്ഷെ ഒരു മൂന്നാമതൊരു പോളിന്റെ ഉദയവും കൂടെയാണ് 2026 കാണിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളുമായിട്ട് ട്രംപിന് വളരെ പ്രകടമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അവർ ട്രംപിന്റെ പല നയങ്ങൾക്കും എതിരായിട്ട് പരസ്യമായി ലോക മാധ്യമരംഗത്ത് വരാൻ ശ്രമിക്കുകയും ചെയ്തത് ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. യൂറോപ്യൻ യൂണിയൻ ഒറ്റയ്ക്കല്ല, നേരത്തെ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിരുന്നുള്ള ബ്രിട്ടനും അവരുടെ കൂടെ ഉണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുണ്ടായ ചില സംഭവ വികാസങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റ് ഇന്ത്യയിൽ നിർമ്മിക്കാമെന്നും ടെക്നോളജി ഉൾപ്പെടെ ട്രാൻസ്ഫർ ചെയ്യാമെന്നും അവർ പല പ്രാവശ്യം റഷ്യ ഓഫർ ചെയ്തു. നമ്മൾ മനസ്സിലാക്കണം, 1947 തൊട്ട് നമ്മൾ സ്ട്രാറ്റജിക്കലി 75 വർഷമായിട്ട് നമ്മൾ റഷ്യയുമായിട്ട് സൗഹൃദത്തിലായിരുന്നെങ്കിലും അവരുടെ ഒരു ടെക്നോളജി പോലും ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിലെ ഒരു ടെക്നോളജി പോലും ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. 75 വർഷം ഈ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ട് ഒരൊറ്റ ഫൈറ്റർ വിമാനത്തിന്റെ എഞ്ചിൻ പോലും ഇന്ത്യക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ ഒരു വിമാനത്തിന്റെ എഞ്ചിൻ നമ്മുടെ 10-50 വർഷത്തോളമായിട്ട് നമ്മൾ അതിൻ്റെ പ്രവർത്തനത്തിലാണ്. ഇതുവരെ നമുക്ക് അതിൽ സക്സസ് ആകാൻ സാധിച്ചിട്ടില്ല. കാരണം ലോകശക്തികളിൽ സ്വന്തമായിട്ട് വിമാന എഞ്ചിൻ ടെക്നോളജി ഉള്ള 4 രാജ്യങ്ങളാണ് ഉള്ളത്. ഒന്ന് റഷ്യ, ഒന്ന് അമേരിക്ക, പിന്നൊന്ന് ചൈന, പിന്നൊന്ന് ഫ്രാൻസ്. ഈ 4 രാജ്യങ്ങളുടെ കയ്യിലാണ് ഈ ടെക്നോളജി ഉള്ളത്. അതിൽ റഷ്യയും ചൈനയും ഒരുമിച്ചാണ്. അവർ ടെക്നോളജിയിൽ പല ഷെയറിങ്ങും ചെയ്തിട്ടുണ്ട്. പല ക്രിട്ടിക്കൽ സഹകരണവും അവർ തമ്മിലുണ്ട്. 2 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എന്നുള്ള രീതിയിൽ അവരുടെ സൗഹൃദത്തിനിടയിൽ കയറാൻ ഒരിക്കലും ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല, ഇന്ത്യ ശ്രമിച്ചിട്ടുമില്ല. അപ്പോൾ പിന്നീട് ഈ എഞ്ചിനുള്ളത് അമേരിക്കയും ഫ്രാൻസും മാത്രമാണ്. ഇപ്പോൾ ഇത്രയും കാലം അമേരിക്കയും ഫ്രാൻസും വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു നിലപാടിലാണെങ്കിൽ പോലും 1998 ഇന്ത്യയിലെ ആണവ പരീക്ഷണത്തോടനുബന്ധിച്ച്
ലോകരാഷ്ട്രങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള പല പ്രമുഖ രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും അതിൽ പങ്കാളിയാകാതെ വേർത്ത് നിന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ്. ഇന്ത്യക്ക് ആ ഒരു കടപ്പാട് ഒരിക്കലും തീരത്തില്ല. പിന്നെ ഇന്ത്യക്ക് പ്രതിരോധ രംഗത്ത് ഏറ്റവും കടപ്പെട്ട ഒരു രാജ്യം ഇസ്രായേലാണ്. കാർഗിൽ യുദ്ധ സമയത്ത് ഇന്ത്യൻ പ്രദേശങ്ങൾ കീഴടക്കി ഉന്നത ഉയരങ്ങളിൽ പാകിസ്ഥാൻ പിടിമുറുക്കിയപ്പോൾ നമ്മുടെ സൈന്യവും നമ്മുടെ എയർഫോഴ്സും നിസ്സഹായരായിരുന്നു. അന്ന് ഇസ്രായേലാണ് നമുക്ക് വേണ്ടപ്പെട്ട ഉപകരണങ്ങളും സെൻസറുകളും മിസൈലുകളും ഒക്കെ തന്ന് നമ്മളെ സഹായിച്ചത്, നമ്മൾ ആ യുദ്ധം ജയിച്ചത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ലോക ശാക്തിക രംഗത്ത് റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ബദലായി ഉയർന്നു വരുന്ന ഒരു രാഷ്ട്രമായി ഭാരതം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ലോകത്തെ വിമാന നിർമ്മാതാക്കളിൽ എല്ലാവരും തന്നെ പ്രധാനപ്പെട്ട, അതായത് എയർബസ്, ബോയിങ്, എഞ്ചിൻ നിർമ്മാതാക്കളായ സഫ്രാൻ തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം ഇന്ത്യയിൽ, ഈവൻ അമേരിക്കയുടെ GE കമ്പനി പോലും ഇന്ത്യയിൽ അവരുടെ അസംബ്ലി ലൈനും ഫൈനൽ അസംബ്ലി ലൈനും എല്ലാം സ്ഥാപിച്ചു തുടങ്ങി എന്നുള്ളത് ഒരു വസ്തുതയാണ്. ശ്രീ നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റത് തൊട്ട് ആത്മനിർഭർ ഭാരതത്തിനും മേക്ക് ഇൻ ഇന്ത്യക്കും വേണ്ടിയിട്ട് എടുത്ത കർശനമായ നിലപാടുകളുടെ ഒരു നേട്ടമായിട്ട് നമ്മളതിനെ കണ്ടേ പറ്റും. അതായത്, നിങ്ങൾക്ക് ഇന്ത്യയിൽ നിർമ്മിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വിറ്റോളൂ എന്നുള്ള ഒരു കർശന നിലപാട് തന്നെയാണ് നമ്മൾ എടുത്തത്. അതായത്, ഇന്ത്യ ചിലവാക്കുന്ന, പ്രതിരോധ രംഗത്ത് ചിലവാക്കുന്ന 100 രൂപയിൽ 70 രൂപയും ഇന്ത്യയിൽ തന്നെ ഞങ്ങൾ ചിലവാക്കുള്ളൂ, ബാക്കി 30 രൂപ നിങ്ങൾക്ക് കിട്ടും, വേണമെങ്കിൽ വാങ്ങിക്കോ എന്നുള്ള ഒരു കർശന നിലപാട് തന്നെയാണ് നരേന്ദ്രമോദി എടുത്തത്. അതിനകത്ത് യാതൊരുവിധ സ്വാധീനങ്ങൾക്കും അദ്ദേഹം വഴങ്ങിയില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് അമേരിക്ക ആകട്ടെ, റഷ്യ ആകട്ടെ, മറ്റേതൊരു രാജ്യമാകട്ടെ, ഫ്രാൻസ് ആണെങ്കിൽ പോലും, ഞാൻ പറഞ്ഞു വന്നത് 144 വിമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാങ്ങൽ കരാറിന് ഫൈനലൈസ് ചെയ്ത് എയർഫോഴ്സ് അയച്ചിട്ടും മിനിസ്ട്രി അനങ്ങിയില്ല. രാജ്നാഥ് സിംഗ് ഒരു കരിങ്കല്ല് കൊണ്ടുള്ള തീർത്ത മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, വരട്ടെ, പണ്ട് മൂപ്പനാർ പറഞ്ഞല്ലേ, പാർക്കലാം. ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, 70% ഇന്ത്യയിൽ നിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ, ഈ 30% നമ്മൾ കൊടുക്കുന്ന തുകയും പൈസയായിട്ട് നമ്മൾ കൊടുക്കത്തില്ല, പകരം ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാൻ ഫ്രാൻസ് തയ്യാറാകണം. നമുക്ക് കൊടുക്കാൻ ഫോറിൻ എക്സ്ചേഞ്ച് ഇല്ല. അന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് സർപ്ലസ് ഉള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു. നമ്മളതിൽ ഇഷ്ടം പോലെ ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ട്. അതേസമയം പാകിസ്ഥാന് തേയില വാങ്ങിക്കാനുള്ള ഫോറിൻ എക്സ്ചേഞ്ച് സർപ്ലസ് പോലും അവരിലില്ല. തേയില പോലും അവർക്ക് ഇറക്കുമതി ചെയ്യാൻ പറ്റാത്ത നിവൃത്തികളിലാണ് നിൽക്കുന്നത്. ഇന്ത്യയുമായിട്ട് ഇടപെടുന്ന രാജ്യങ്ങളെടുത്ത്, പ്രത്യേകിച്ച് ബ്രിക്സ് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ പറഞ്ഞത് നമ്മൾ തമ്മിലുള്ള ഇടപാട് നമ്മുടെ കറൻസിയിലായിരിക്കുമെന്നാണ്. അത് ലോക ശാക്തിക ക്രമത്തിൽ വേറൊരു ശക്തിയായിട്ട് വന്നത് ബ്രിക്സ് ആണ്. ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും സൗത്ത് ആഫ്രിക്കയും ചേർന്ന ഒരു സഖ്യം. പക്ഷെ ആ ഒരു ബ്രസീലും ഈ ഒരു സഖ്യത്തിൽ റഷ്യയും ചൈനയും ഉണ്ടെങ്കിൽ പോലും ബ്രസീലിന്റെയും ഇന്ത്യയുടെയും സ്വരമാണ് അവിടെ ഉയർന്നു കേൾക്കുന്നത്. ഈ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾ അവരവരുടെ കറൻസിയിൽ മതി എന്ന് ഇന്ത്യ തീരുമാനിക്കുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് അമേരിക്കയ്ക്കാണ്. എല്ലാ പ്രസിഡന്റും പ്രസിഡന്റാണ്, പക്ഷെ അമേരിക്കൻ പ്രസിഡന്റാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത് മാതിരി എല്ലാ രൂപയാണ്, പക്ഷേ അമേരിക്കൻ ഡോളറാണ് യഥാർത്ഥ രൂപ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ലോകക്രമം. റഷ്യയുമായിട്ടുള്ള നമ്മുടെ ഇടപാടുകൾ ഇന്ത്യൻ രൂപയിലാണ്. മറ്റു രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ ഇടപെടുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത്, നിങ്ങൾക്ക് ഞങ്ങളുടെ രൂപയോട് അയിത്തമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു സ്നേഹവുമില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇന്ത്യ കർശനമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ബദലായി ഇന്ത്യയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ ഒരു പുതിയ ശാക്തിക ചേരി ഉരുത്തിരിഞ്ഞു വരുന്നതാണ് നമ്മൾ കാണുന്നത്.
ഡൊണാൾഡ് ട്രംപ് എന്നുള്ള ഒരു ഭ്രാന്തന്റെ ജൽപ്പനങ്ങളിൽ ലോകരാഷ്ട്രങ്ങൾ ആകെ ഞെട്ടി വിറച്ചിരിക്കുക. ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇത്രത്തോളം ലോകത്ത് താഴ്ന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ പ്രസിഡന്റാണ്, പക്ഷേ അമേരിക്കൻ പ്രസിഡന്റാണ് യഥാർത്ഥ പ്രസിഡന്റ് എന്ന് പറയുന്നത് പോലെ അത്രയും വിലയും നിലയും ആദരവും ലോകത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാം വരവിൽ വന്ന ഈ കോമാളി പഴയ ഒരു സാഹിത്യ വചനം ഓർപ്പിക്കുന്ന മാതിരി ചരിത്രം ആവർത്തിക്കപ്പെടും. പക്ഷേ അത് രണ്ടാമത് ആവർത്തിക്കുമ്പോൾ അതൊരു കോമാളിത്തമായിട്ടായിരിക്കും എന്നുള്ളതാണ്. അത് ശ്രീ ഡൊണാൾഡ് ട്രംപിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞതാണെന്ന് നമുക്ക് തോന്നുന്നു. ഡൊണാൾഡ് ട്രംപ് രണ്ടാം വരവിൽ ഒരു കോമാളിയായിട്ടാണ് ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ നിലനിൽക്കുന്നത്. പക്ഷേ ആർക്കും അങ്ങനെ വരുമ്പോൾ യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ഇന്ത്യയും ചേർന്ന ഒരു സഖ്യം ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ചൈനയുടെ അച്ചുതണ്ടും അമേരിക്കയുടെ അച്ചുതണ്ടും ഒഴിവാക്കാൻ യൂറോപ്യൻ യൂണിയന്റെ തന്ത്രപരമായിട്ടുള്ള പിന്തുണ കുറയ്ക്കുന്ന തീരുമാനം ഉക്രൈനിയൻ യുദ്ധത്തെ അവസാനിപ്പിക്കാനും സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് റഷ്യയുടെയും ഉക്രൈനിൻ്റെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും താല്പര്യമാണ്. എന്നാൽ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ശ്രീ ഡൊണാൾഡ് ട്രംപിനില്ല. അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇത്രയും കാലം യുക്രൈന് നൽകിയ സഹായത്തിന് പകരമായി ഉക്രൈനിൻ്റെ ധാതു സമ്പത്തുകളെല്ലാം അമേരിക്കയുടെ പേരിൽ തീരെഴുതി കൊടുക്കാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള ബിസിനസ് താല്പര്യം മാത്രമേ ഡൊണാൾഡ് ട്രംപിനുണ്ടൂ എന്നത് യുക്രൈന് മനസ്സിലായി, യൂറോപ്പിന് മനസ്സിലായി. ഈ ഉപരോധത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫ്രാൻസുമായിട്ട് ഇന്ത്യ നടപ്പിലാക്കിയ കരാറുകൾ, സഫ്രാൻ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും മികച്ച യുദ്ധവിമാന എഞ്ചിനുകൾ ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ ഇന്ത്യയിലെ സാന്നിധ്യം, ജി എന്ന് പറയുന്ന അമേരിക്കൻ യുദ്ധ വിമാന എഞ്ചിൻ നിർമ്മാതാവിൻ്റെ ഇന്ത്യയുടെ സാന്നിധ്യം, ബോയിങ്ങിൻ്റെ ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ സാന്നിധ്യം, ഫ്രാൻസിൻ്റെ ഒരു അലയൻസായ എയർബസിൻ്റെ ഇന്ത്യയിലെ സാന്നിധ്യം, ഇവയെല്ലാം ലോകത്തിലെ എക്കണോമിയെ നിയന്ത്രിക്കുന്ന ഒരു നേവൽ പോയിന്റായി ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. മാത്രമല്ല ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ പ്രതിരോധ രംഗത്തെ പ്രത്യേകിച്ച് ഊന്നൽ നൽകിക്കൊണ്ടുള്ള മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരതിലൂടെ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ളത് ഇന്ത്യയുടെ എല്ലാ പ്രധാന മുൻനിര ബിസിനസ് ഹൗസുകളുടെയും ഔട്ട്ലെറ്റുകൾ അല്ലെങ്കിൽ അവരുടെ കമ്പനികൾ പ്രതിരോധ മേഖലയിലെത്തി എന്നുള്ളതാണ്. ടാറ്റയുടെ വകയായിട്ട് ടാറ്റ അഡ്വാൻസ് സിസ്റ്റം, ലാർസൻ ആൻഡ് ടൂബ്രോ, അദാനി, അംബാനി, ഗോദ്രേജ്, മഹീന്ദ്ര, ഭാരത് ബോർജ് തുടങ്ങി ഒട്ടനവധി കമ്പനികൾ ഡിഫൻസ് പ്രൊഡക്ഷൻ രംഗത്ത് പ്രവർത്തിക്കുകയാണ്. നമ്മുടെ ഉള്ള ആയുധങ്ങൾ നവീകരിക്കാനും പുതിയ ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യാനും അവ എക്സ്പോർട്ട് ചെയ്യാനും ഇന്ത്യ തയ്യാറാണ്. ഞാനീ പറഞ്ഞു വരുന്നത് എയർഫോഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നേവിയുടെ കാര്യത്തിൽ കപ്പലുകളായാലും യുദ്ധക്കപ്പലുകളായാലും സബ്മറൈനുകളായാലും അറ്റാക്ക് ഷിപ്പുകളായാലും ഇന്ത്യ സ്വാശ്രയം നേടുന്നുണ്ട്. മാത്രമല്ല നമ്മൾ പല സമയത്ത് ജർമ്മനിയുടെയും റഷ്യയുടെയും കപ്പലുകളും സബ്മറൈനുകളും നമ്മൾ വാടകയ്ക്കെടുത്താണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് മാറ്റി ലോകത്തിന് സബ്മറൈനുകളും കപ്പലുകളും വാടകയ്ക്ക് നൽകുന്ന ഒരു ലെവലിലോട്ട് ഉയരാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ ലോകത്തെ
പ്രതിരോധ ഉൽപാദന വിപണന രംഗത്ത് ഒരു ശക്തമായ രാഷ്ട്രമായിട്ട് ഇന്ത്യ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ലോകത്തിൻ്റെ നയതന്ത്ര രംഗത്ത് ഇന്ത്യ എന്ത് പറയുന്നു എന്ന് കേൾക്കാനാണ് ലോകരാജ്യങ്ങളിലെ ലോകശക്തികൾ കാത്തിരിക്കുന്നത് എന്നുള്ളതിൽ നിന്ന് തന്നെ ഇന്ത്യയുടെ വരാൻ പോകുന്ന ആധിപത്യം എന്താണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നന്ദി, നമസ്കാരം.